വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 9, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുൾ ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇതുകണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. രോഗാവസ്ഥയെ നിർണയം ചെയ്യുന്ന യേശു. മനുഷ്യനെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും പല കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താനാകുക. ശാരീരിക കാരണങ്ങളാൽ മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. അവയെ പൊതുവെ സൊമാറ്റിക് ഡിസോർഡർ എന്ന രീതിയിലാണ് അറിയപ്പെടുക. മനുഷ്യന്റെ ശരീരത്തിന്റെ ആന്തരികമോ ബാഹ്യമോ ആയ അവയവങ്ങളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾക്കനുസരിച്ചും അവയുടെ പ്രവർത്തനക്ഷമമല്ലാത്ത സ്ഥിതിവിശേഷത്താലും ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവയിൽപ്പെടുത്താം. എന്നാൽ മറ്റു ചില രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നതിന്റെ കാരണത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാനസികമായ ഒരു തലം ആ രോഗത്തിന്റെ കാരണമായിട്ട് ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് നമുക്ക് നാമകരണം ചെയ്യാം. ശാരീരികമായിട്ടാണ് രോഗങ്ങൾ അനുഭവപ്പെടാൻ ഇടവരിക എന്ന് വരികിലും ആ രോഗങ്ങളുടെ കാരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ആ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള തലത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്നതാണ് ഈ തരം രോഗങ്ങൾ. മൂന്നാമതൊരു തരം രോഗങ്ങളുണ്ട്, മനുഷ്യന്റെ മാനസിക തലത്തിൽ ബാധിക്കുന്ന മാനസികമായിട്ടുള്ള രോഗങ്ങൾ. അതിനെ സൈക്കിക് ഡിസോർഡർ എന്ന് നമുക്ക് വിളിക്കാം. ഇതുവരെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും സൈക്കോസൊമാറ്റിക് വിഭാഗത്തിൽ എണ്ണാവുന്ന തരം രോഗങ്ങളാണ് എന്നതാണ്. എന്നുവെച്ചാൽ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പല രോഗങ്ങളുടെയും മൂലകാരണത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ മാനസികമായിട്ട് പല കാരണങ്ങളും അതിനെ ഉപോത്ഫലകമായിട്ട് കണ്ടെത്താനാവും എന്നർത്ഥം. അങ്ങനെ ഉള്ള ആ രോഗങ്ങളാണ് സാമാന്യ രീതിയിൽ മനുഷ്യനെ ബാധിക്കുന്ന ബഹുഭൂരിപക്ഷം രോഗങ്ങളും എന്നതാണ് ഇന്നത്തെ പഠനത്തിന്റെ ഫലമായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു സത്യം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആ തളർവാദ രോഗിയെ യേശു നിരീക്ഷണം ചെയ്ത് മനസ്സിലാക്കുന്നു. ഈ തളർവാദം ഒരു തരത്തിൽ പറഞ്ഞാൽ മാനസികമായിട്ടുള്ള കാരണങ്ങളാൽ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഒരു തരം രോഗമാണ് എന്ന്. അത് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട രോഗമാണെന്നാണ് യേശുവിന്റേതായിട്ടുള്ള വിലയിരുത്തൽ. ആ വിലയിരുത്തലിനനുസരിച്ച് യേശു ആ രോഗിയോട് പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ മനസ്സ് സ്വസ്ഥമായിരിക്കുക, ഇനി നീ പാപം ചെയ്യരുത്. യേശുവിന്റെ ഈ വാക്കുകൾ
അവിടെ കൂടിയിരുന്ന ജനങ്ങളിൽ ശക്തമായ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഇടവരുത്തിയത്. കാരണം പാപങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവ്, അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലെ പെട്ട ആളുകളായിരുന്നു അവിടെ കൂടിയുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് ഇവൻ വെറും ജൽപ്പന്നം സംസാരിക്കുന്നു, ഒരു തരത്തിലും യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കുന്നു. ദൈവത്തിന്റെ മാത്രം അധികാര സീമയിൽപ്പെട്ട ആ കാര്യങ്ങളെപ്പറ്റി ഇവൻ സംസാരിക്കാൻ ഇവൻ ആരെ എന്നതായി ആ വിവാദത്തിന്റെ ഇതിവൃത്തം. യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന്റെ ആ സമയത്തുള്ള യഥാർത്ഥത്തിലുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ താൻ ദൈവത്തിന്റെ ഏകപുത്രനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യേശു തയ്യാറാകുന്ന രംഗമാണത്. പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാര്യം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താൻ മനുഷ്യന് വേറെ മാനദണ്ഡങ്ങളില്ല. എന്നാൽ യേശു പറഞ്ഞത് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് യേശുവിനെ സംബന്ധിച്ച് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് യേശു തുടർന്ന് പറയുന്നു, പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് എന്ന് വെച്ചാൽ തനിക്ക് അധികാരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ തളർവാദ രോഗിയോട് യേശു പറയുന്നു, നീ എഴുന്നേറ്റ് കട്ടിലെടുത്ത് നടക്കുക. തളർവാദം മാറി എന്നതിനെ തെളിവ് ബാഹ്യമായ രീതിയിൽ മനുഷ്യന് മനസ്സിലാക്കാം. പക്ഷെ മനസ്സിന്റെ ഉള്ളിലുള്ള പാപഭാരം മാറിയെന്ന് ബാഹ്യമായ രീതിയിൽ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ യേശു ഈ തളർവാദ രോഗം മാനസികമായ കാരണങ്ങളാലാണ് ഉണ്ടായത് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി താരതമ്യേന എളുപ്പമായിട്ടുള്ള കാര്യം യേശു പ്രവർത്തിക്കുകയാണ്, സുഖക്കേട് മാറ്റിക്കൊണ്ട്. ഇതോടുകൂടി തന്നെ മറ്റൊരു കാര്യത്തിലേക്കും ഈ സംഭവം വിരൽ ചൂണ്ടുന്നതായിട്ട് കാണാം. മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളെല്ലാം തന്നെ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ കാരണത്താലാണ് അവ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളായിരുന്നു അക്കാലത്ത് അധികവും. അവരുടെ ഇടയിൽ അസുഖങ്ങൾ മാറുമ്പോൾ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മാറിയെന്ന് മനസ്സിലാക്കാൻ എളുപ്പവും ആകും. എന്നാൽ അതോടുകൂടെ കൃത്യമായി രോഗനിർണയം ചെയ്യുകയും രോഗത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള രീതിയിൽ അവയോട് പ്രതികരിക്കുകയും ചെയ്യുന്ന അതുല്യനായിട്ടുള്ള ഒരു ബിഷഗ്വരന്റെ റോളിലാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനാകുക.